Welcome students. Analytic function. If a function fz has a derivative at some point z and also in some neighborhood of z, then the function fz is called the analytic function. ഇപ്പോൾ fz എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ ഒരു പെർട്ടിക്കുലർ പോയിന്റ്, സപ്പോസ് z എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ അത് മാത്രമല്ല അതിൻ്റെ നൈബർഹുഡിലും അതിൻ്റെ ചുറ്റുമുള്ള കുറച്ച് പോയിൻറ്റ്സ് എടുത്താലും അവിടെ എന്താണ് ആ fz എന്ന് പറയുന്ന ഫംഗ്ഷന് ഡെറിവേറ്റീവ് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ടൈപ്പിലുള്ള ഫംഗ്ഷനാണ് നമ്മൾ അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ fz അനലിറ്റിക് ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോഷി റീമാൻ കണ്ടീഷൻസ് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ fz എന്ന് പറയുന്ന ഫംഗ്ഷൻ അനലിറ്റിക് ആകണമെങ്കിൽ ആ ഒരു കോഷി റീമാൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ദാറ്റ് ഈസ് ux ഈക്വൽ ടു vy ആൻഡ് vx ഈക്വൽ ടു മൈനസ് uy. ഒരു എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. സപ്പോസ് fz ഇസ് ഈക്വൽ ടു z വേർ z ഇസ് ഈക്വൽ ടു x പ്ലസ് iy. ദെൻ ഇത് അനലിറ്റിക് ആണോ നമ്മൾ നോക്കുക. അപ്പോൾ നമുക്ക് കോഷി റീമാൻ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. സോ നമുക്കിതിനെ എങ്ങനെ എഴുതാം? എഫ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി എന്ന് എഴുതാം അല്ലേ. ഇവിടെ യു എന്ന് പറയുന്നത് എന്താണ്? യു ഇസ് എക്സ് ആൻഡ് വി ഈസ് വൈ. ആൻഡ് ഡോ യു ബൈ ഡോ എക്സ്, അതായത് യു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോ യു ബൈ ഡോ എക്സ് ആണ്. നമുക്ക് ആ കണ്ടീഷൻസ് നോക്കാം. സോ ഡോ യു ബൈ ഡോ എക്സ് ഈസ് 1, അതായത് ഇതിനെ നമ്മൾ എക്സ് കൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു. അതുപോലെ തന്നെ വി വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോ വി ബൈ ഡോ വൈ, ഇതിനെ വൈ കൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു. സോ നമുക്ക് രണ്ട് കിട്ടുന്നത് എന്താണ്? 1 ആണ് കിട്ടുന്നത് അല്ലേ. സോ ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ. സോ ആദ്യത്തെ കണ്ടീഷൻ ഓക്കെയാണ്. രണ്ടാമത്തെ എന്താണ്? യു വൈ എന്ന് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ വൈ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 0 ആൻഡ് ഡോ വി ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാലും 0 ആണ്. സോ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കോഷി റീമാൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ എഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? അതൊരു അനലിറ്റിക് ഫംഗ്ഷനാണ്. ഇനി ഇതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ മീനിങ്, അതായത് എഫ് സെഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ അതിൻ്റെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു മീനിങ് ആണ് പറയാൻ പോകുന്നത്. ദാറ്റ് മീൻസ് ഡോ എഫ് സെഡ് ബൈ ഡോ സെഡ് സ്റ്റാർ എന്ന് പറയുന്നത് 0 ആയിരിക്കണം. അതായത് എഫ് സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അത് സെഡ് സ്റ്റാറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് വിൽ നോട്ട് ഡിപ്പെൻഡ് ഓൺ സെഡ് സ്റ്റാർ എക്സ്പ്ലിസിറ്റ്ലി. സെഡിൻ്റെ കോൺജുഗേറ്റ് ആണല്ലോ, കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ് സെഡ് സ്റ്റാർ എന്ന് പറയുന്നത്. സോ അതിനെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുന്ന കണ്ടീഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫംഗ്ഷനെ അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഒന്ന് ഈ ഒരു രീതിയിൽ നോക്കാം, അല്ലെങ്കിൽ കോഷി റീമാൻ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. സോ എക്സിനെ നമുക്ക് സെഡ് പ്ലസ് സെഡ് സ്റ്റാർ എന്ന് എഴുതാം. അതുപോലെ തന്നെ വൈയെ നമുക്ക് സെഡ് മൈനസ് സെഡ് സ്റ്റാർ ബൈ 2y എന്ന് എഴുതാം. ആൻഡ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി. ഞാൻ ഡോ എഫ് ബൈ ഡോ സെഡ് സ്റ്റാർ എടുക്കുകയാണ്. ഡോ എഫ് ബൈ ഡോ സെഡ് സ്റ്റാർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ സെഡ് സ്റ്റാർ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ സെഡ് സ്റ്റാർ. ആൻഡ് എഫ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു, ഇതാണ് എഫ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ആണ്. സോ യു എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? യു ഈസ് ദി ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആൻഡ് വി ഓൾസോ ഇറ്റ് ഈസ് യു ഈസ് ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആൻഡ് വി ഓൾസോ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ അല്ലേ. അങ്ങനെയാണ് നമുക്കിതിങ്ങനെ എഴുതാനായിട്ട് പറ്റും. ഈ ഡോ എഫ് ബൈ ഡോ എക്സിനെ എങ്ങനെ എഴുതാം? ഈ ഒരു പാർട്ട് നമുക്കിങ്ങനെ എഴുതാം. ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ സെഡ് സ്റ്റാർ പ്ലസ് ഡോ യു ബൈ ഡോ വൈ. കാരണം യു എന്ന് പറയുന്നത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? എക്സും ഉണ്ട് വൈയും ഉണ്ട് അല്ലേ. സോ ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ സെഡ് സ്റ്റാർ പ്ലസ് ഐ ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ സെഡ് സ്റ്റാർ പ്ലസ് ഐ ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ സെഡ് സ്റ്റാർ. പിന്നെ ഡോ യു ബൈ ഡോ എക്സ് ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ഞാൻ യു എക്സ് എന്ന് കൊടുത്തു. ഡോ എക്സ് ബൈ ഡോ സെഡ് സ്റ്റാർ, എക്സ് എന്താണ്? ഇതാണ് ഡോ എക്സ് ബൈ, ഇതിനെ സെഡ് സ്റ്റാർ കൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ അത് വരുമ്പോൾ എന്ത് വരും? നമുക്ക് 1/2 ആണ് വരുന്നത്. അതുപോലെ തന്നെ ഡോ യു ബൈ ഡോ വൈയെ ഞാൻ യു വൈ എന്ന് എഴുതി. ഇനി അടുത്ത എന്താണ്? ഡോ വൈ ബൈ ഡോ സെഡ് സ്റ്റാർ. ഡോ വൈ ഇതാണ്. സോ ഡോ വൈ ബൈ ഡോ സെഡ് സ്റ്റാർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് 1/2y കിട്ടും. അതുപോലെ തന്നെ ബാക്കി എല്ലാ ടേമും ഞാൻ ഇങ്ങനെ എഴുതി. ഡോ വി ബൈ ഡോ എക്സിനെ വി എക്സ് എന്ന് എഴുതി. ഡോ എക്സ് ബൈ ഡോ സെഡ് സ്റ്റാറിനെ 1/2 എഴുതി. അതുപോലെ തന്നെ ഈ ഒരു പോർഷനെ ഞാൻ ഐ ഇൻറ്റു വി വൈ എന്ന് എഴുതി. ഇത് മൈനസ് 1/2y കിട്ടി. ഇനി അടുത്തത് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഒന്ന് സെപ്പറേറ്റ് എഴുതാണ്. ഇവിടെ വരുമ്പോൾ ഇത് റിയൽ ആണ് അല്ലേ, ഇതൊരു റിയൽ പാർട്ടാണ്. ഇവിടെ നോക്കിയാൽ ഇവിടുത്തെ ഐയും ഈ ഐയും ക്യാൻസൽ ആകുന്നു. ബാക്കി വി വൈ ഇൻറ്റു മൈനസ് 1/2 ആണ് വരുന്നത്. സോ ദാറ്റ് ഓൾസോ എ റിയൽ പാർട്ട്. അപ്പോൾ ഞാൻ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് എഴുതി. സോ ഇതിൽ ഇഫ് ഡോ എഫ് ബൈ ഡോ സെഡ് സ്റ്റാർ ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ
ഇത് 0 എന്ന് പറഞ്ഞാൽ എന്താകണം, റിയൽ പാർട്ടും ഇമാജിനറി പാർട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇത് 0 ആവണം അല്ലേ. സോ യു എക്സ് മൈനസ് യു വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, യു എക്സ് ഈക്വൽ ടു യു വൈ ആണ്. അതുപോലെ തന്നെ വി എക്സ് പ്ലസ് ഇവിടെ വി എക്സ് പ്ലസ് യു വൈ ഇസ് ഈക്വൽ ടു 0 മീൻസ് വി എക്സ് ഈക്വൽ ടു മൈനസ് യു വൈ. ഇതെന്ത് തന്നെയാണ്, ഇത് നമ്മുടെ കോഷി റീമാൻ കണ്ടീഷൻ തന്നെയാണ്. സോ ആ ഒരു ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആകുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു മീനിങ് കൂടിയാണ് ഇത്. ദാറ്റ് ഈസ് ദ ഫംഗ്ഷൻ എഫ് ഇസഡ് വിൽ നോട്ട് ഡിപ്പെൻഡ് ഓൺ സെഡ് സ്റ്റാർ എക്സ്പ്ലിസിറ്റ്ലി. ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ, എഫ് ഇസഡ് ഈക്വൽ ടു സെഡ് സ്ക്വയർ ഈസ് അനലിറ്റിക്. അത് അനലിറ്റിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതിന് വേണ്ടിയിട്ട് സെഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണ്. സെഡ് സ്ക്വയർ എടുക്കുമ്പോൾ എന്താണ്, എക്സ് പ്ലസ് ഐ വൈ ദി ഹോൾ സ്ക്വയർ. അപ്പോൾ അതിനെ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതി. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് 2i എക്സ് വൈ. അപ്പോൾ ഇവിടെ യു എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. അതിൻ്റെ വി എക്സ് വൈ എന്ന് പറഞ്ഞാൽ 2xy. ഇനി നമ്മൾ കോഷി റീമാൻ കണ്ടീഷൻ നോക്കുകയാണ്. ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു, അപ്പോൾ ഇതിനെ എന്താണ് എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സോ അത് കിട്ടുമ്പോൾ എന്താണ് 2x കിട്ടും. ദെൻ ഇതാണ് വി എന്ന് പറയുന്നത്. ഡോ വി ബൈ ഡോ വൈ ചെയ്താലും എന്താ കിട്ടുക, നമുക്ക് 2x തന്നെയാണ് കിട്ടുക. അതുപോലെ തന്നെ ഡോ യു ബൈ ഡോ വൈ, ഇപ്പോൾ ഇതിനെ y കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 2y കിട്ടും. ദെൻ ഇതിനെ y കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, അല്ല എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2y തന്നെ കിട്ടും. സോ നമ്മുടെ കണ്ടീഷൻ എന്താണ്, യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ് ആയതുകൊണ്ട് ഇതെന്താണ് ഈക്വൽ ആണ് അല്ലേ. സോ എഫ് ഇസഡ് ഇസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ, ഇറ്റ് ഈസ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ. ഇനി നെക്സ്റ്റ്, എഫ് ഇസഡ് ഇസ് ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് സെഡ്. റിയൽ ഓഫ് സെഡ് ഈസ് അനലിറ്റിക്. അപ്പോൾ സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വി ആണ്. റിയൽ ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ അകത്ത് റിയൽ പാർട്ട് ഓഫ് സെഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ്, എക്സ് ആണ്. അപ്പോൾ ഇത് എഫ് ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ആണോ എന്നാണ് നോക്കേണ്ടത്. സോ ഇതിൻ്റെ അകത്ത് ഡോ യു ബൈ ഡോ എക്സ് ചെയ്യുമ്പോൾ, അപ്പോൾ ഇതാണ് ഇവിടെ യു എന്ന് പറയുന്നത് എക്സ് ആണ്, വി എന്ന് പറയുന്നത് എന്താണ് 0 ആണ് വരുന്നത് അല്ലേ. കാരണം എഫ് ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് 0 ആണ്. സോ ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു 1, ഡോ വി ബൈ ഡോ വൈ തന്നെ എന്താണ് 0 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇറ്റ് ഈസ് നോട്ട് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ. ഇനി അതുപോലെ തന്നെ എക്സ് എന്ന് പറയുന്നത് റിയൽ പാർട്ട് ഓഫ് എക്സ്, എക്സിനെ എങ്ങനെ എഴുതാനായിട്ട് പറ്റും, സെഡ് പ്ലസ് സെഡ് സ്റ്റാർ ബൈ 2 എന്ന് എഴുതാനായിട്ട് പറ്റും. സോ ഇറ്റ് ഈസ് ദിസ് ഫംഗ്ഷൻ ഈസ് ആൻ എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ ഓഫ്, അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി സെഡ് സ്റ്റാർ. എഫ് ഇസഡ് ഹാസ് ആൻ എക്സ്പ്ലിസിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സെഡ് സ്റ്റാർ. സോ ഇറ്റ് ഈസ് നോട്ട് അനലിറ്റിക്. അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാത്തതാണ് അനലിറ്റിക് എന്ന് പറഞ്ഞത്. ഇവിടെ ഇപ്പം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, കാരണം എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, സെഡ് പ്ലസ് സെഡ് സ്റ്റാർ ബൈ 2 എന്ന് എഴുതാനായിട്ട് പറ്റും അല്ലേ. സോ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്, ഫംഗ്ഷൻ എഫ് ഇസഡ് ഈക്വൽ ടു റിയൽ ഓഫ് ഇസഡ്. റിയൽ ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എക്സ് തന്നെയാണ്. എക്സിനെ നമുക്ക് ഈ ഒരു രീതിയിൽ എഴുതാനായിട്ട് പറ്റും. സോ ഇറ്റ് ഈസ് നോട്ട് അനലിറ്റിക് ഫംഗ്ഷൻ. ഇനി എഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇ ടു ദ പവർ സെഡ്. സെഡ് ഈസ് എക്സ് പ്ലസ് ഐ വൈ. സോ ഇ ടു ദ പവർ എക്സ് പ്ലസ് ഐ വൈ. ഇതിന് നമുക്ക് ഈ ഒരു രീതിയിൽ എഴുതാം, ഇ ടു ദ പവർ എക്സ് ഇൻറ്റു ഇ ടു ദ പവർ ഐ വൈ എന്ന് എഴുതാം. അപ്പോൾ ഇ ടു ദ പവർ ഐ വൈ നമുക്ക് എങ്ങനെ എഴുതാം, കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ. അപ്പോൾ ഇവിടെ റിയൽ പാർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇതാണ് റിയൽ പാർട്ട്. ഇമാജിനറി പാർട്ട് ദിസ് മൾട്ടിപ്ലൈ ഇൻറ്റു ദിസ് വൺ. അപ്പോൾ റിയൽ പാർട്ട് യു എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഇ ടു ദ പവർ എക്സ് കോസ് വൈ. ദെൻ വി എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഇ ടു ദ പവർ എക്സ് സൈൻ വൈ. ഇനി അടുത്തത് യു എക്സ് എന്ന് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ എക്സ്. ഡോ യു ബൈ ഡോ എക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇ ടു ദ പവർ എക്സ് കോസ് വൈ തന്നെ കിട്ടും. ഇനി ഇവിടെ വി വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡോ വി ബൈ ഡോ വൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക, ഇ ടു ദ പവർ എക്സ് കോസ് വൈ. ഇനി അടുത്ത എന്താണ്, യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ യു വൈ എന്ന് പറഞ്ഞാൽ ദിസ് ഡോ യു ബൈ ഡോ വൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഇവിടെ ഇ ടു ദ പവർ എക്സ് കോസ് വൈയെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ വൈ കിട്ടും. സോ മൈനസ് ഇ ടു ദ പവർ എക്സ് സൈൻ വൈ. ഇനി ഇവിടെ എന്താണ്, ഇതിനെ ഡോ വി ബൈ ഡോ എക്സ് ചെയ്യുക. ഡോ വി ബൈ ഡോ എക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇ ടു ദ പവർ എക്സ് സൈൻ വൈ. അപ്പോൾ ഇത് രണ്ടും കോഷി റീമാൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ. ഇനി ഇഫ് എഫ് ഇസഡ് ഈസ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ ഫോർ ദി റേഞ്ച് സെറ്റ് ലെസ് ദാൻ ഇൻഫിനിറ്റി. അവിടെ ഒരു റേഞ്ച്, പർട്ടിക്കുലർ റേഞ്ച് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ സെഡ് എന്ന് പറയുന്നൊരു പോയിൻറ്റും അതിൻ്റെ നൈബർഹുഡിലുള്ള പോയിൻറ്റിലും എന്താണ്, എഫ് ഇസഡിന് ഡെറിവേറ്റീവ് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ നൈബർഹുഡ് എന്ന് പറയുന്നത് ആ ഒരു കുറേ പോയിൻറ്റ്സിനെ ഒരു റേഞ്ച് പറഞ്ഞിരിക്കുകയാണ്, ദറ്റ് സെഡ് ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദിസ് കൈൻഡ് ഓഫ് ഫംഗ്ഷൻ ഈസ് കോൾഡ് എൻഡയർ ഫംഗ്ഷൻ. അതായത് അറ്റ് സെഡ് ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ ഈ ഫംഗ്ഷന് അനലിറ്റിക് ഫംഗ്ഷൻ ആകണമെന്ന് നിർബന്ധമില്ല. ബട്ട് ഒരു റേഞ്ച് പറഞ്ഞിരിക്കുകയാണ്. സപ്പോസ് ദാറ്റ് ഫംഗ്ഷൻ
ഈസ് അനലറ്റിക് ഫോർ എ റേഞ്ച് സെറ്റ് ലെസ് ദാൻ ഇൻഫിനിറ്റി. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മളിപ്പോൾ കണ്ടത്. എഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇ ടു ദ പവർ സെഡും ഇസഡ് സ്ക്വയറും ഒക്കെ ഈ ഒരു എൻ്റയർ ഫംഗ്ഷൻ്റെ എക്സാമ്പിളാണ്. ഇനി അടുത്തൊരെണ്ണം നോക്കുക. എഫ് ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ഐ വൈ ക്യൂബ്. ഇവിടെ യു എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് സ്ക്വയർ ആണ്. വി എന്ന് പറഞ്ഞാൽ വൈ ക്യൂബാണ്. സോ യു എക്സ് കണ്ടുപിടിക്കുകയാണ്. യു എക്സ് എന്ന് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ എക്സ്, ഇറ്റ് ഈസ് 2x. ആൻഡ് വി വൈ എന്ന് പറഞ്ഞാൽ ഡോ വി ബൈ ഡോ വൈ, ദാറ്റ് ഈസ് 3y സ്ക്വയർ. അപ്പോൾ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല അല്ലേ? യു എക്സ് ഈസ് നോട്ട് ഈക്വൽ ടു വി വൈ ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് അനലിറ്റിക് ഫംഗ്ഷൻ. ഇനി അടുത്ത കണ്ടീഷൻ നോക്കി. അടുത്തതിൽ നമുക്ക് വി എക്സ് ഈക്വൽ ടു 0 കിട്ടും, യു വൈ എന്ന് പറഞ്ഞാൽ 0 കിട്ടും. സോ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് ഉണ്ട്. അതായത് ഇതിനെ രണ്ടിനെ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ 2x ഈക്വൽ ടു 3y സ്ക്വയർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സ് ഈക്വൽ ടു 3/2y സ്ക്വയർ. സോ ആ പോയിന്റിൽ അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 3/2y സ്ക്വയർ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനിൽ മാത്രമാണ് ഇത് അനലറ്റിക് ആകുന്നത്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിൽ മാത്രമേ എക്സിന് ഒരു പർട്ടിക്കുലർ വാല്യൂ കൊടുക്കുന്നു, അല്ലെങ്കിൽ വൈക്ക് ഒരു പർട്ടിക്കുലർ വാല്യൂ കൊടുക്കുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സിന് ഒരു വാല്യൂ കിട്ടുന്നു. ആ പോയിന്റ്സിൽ മാത്രമേ ഈ എഫ് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഈ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആകുകയുള്ളൂ. അപ്പോൾ ഇത് ഇൻ ജനറൽ ഇറ്റ് ഈസ് നോട്ട് അനലിറ്റിക്. ഓക്കെ, ഇതൊരു അനലിറ്റിക് അല്ല, എന്നാൽ അറ്റ് ദിസ് പോയിന്റ് അതൊരു അനലിറ്റിക് ആണ്. അപ്പോൾ അതിൻ്റെ എക്സ് ഈക്വൽ ടു 3/2y സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഒരു പരാബോളയാണ് കിട്ടുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട്. ഒരു പോയിന്റിൽ ഈ ഒരു പാത്തിലുള്ള ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ അത് അനലിറ്റിക് ആണ്. നമ്മൾ പക്ഷേ അവിടെ മാത്രമല്ല എടുക്കുന്നത്, അതിൻ്റെ നൈബർഹുഡ് എടുക്കുമ്പോൾ അവിടെ എന്താകണം? എഫ് ഇസഡിന് ഡെറിവേറ്റീവ് ഉണ്ടാവണം അല്ലേ? പക്ഷേ ആ നൈബർഹുഡ് എടുക്കുമ്പോൾ ഇവിടെ ബാക്കിയുള്ള പോയിന്റ്സിൽ എന്താണ്? ഡെറിവേറ്റീവ് ഇല്ല. സോ ഇറ്റ് ഈസ് നോട്ട് അനലിറ്റിക്. ബട്ട് ഈ പോയിന്റ്സിലെല്ലാം എന്താണ്? ഈ ഒരു ലൈനിൽ എന്താണ്? അതിന് ഡെറിവേറ്റീവ് ഉണ്ട്. ഇനി എഫ് ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 3y. ഇവിടെ യു എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്, വി എന്ന് പറയുന്നത് 3y ആണ്. യു എക്സ് ഈക്വൽ ടു 2x, അതായത് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ദെൻ വി വൈ എന്ന് പറഞ്ഞാൽ 3 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് പോയിന്റിലാണ്? ദിസ് ഇസ് നോട്ട് ഈക്വൽ ടു യു എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു വി വൈ അല്ലേ? സോ 2x ഈക്വൽ ടു 3 നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സ് ഈക്വൽ ടു 3/2 എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ മാത്രം എന്താണ്? ദിസ് ഫംഗ്ഷൻ ഈസ് അനലിറ്റിക്. അതർവൈസ് ഇറ്റ് ഈസ് നോട്ട് അനലിറ്റിക്. ഓക്കെ, ഇൻ ജനറൽ ഇത് ചോദിച്ചാൽ അനലിറ്റിക് അല്ല. ബട്ട് അറ്റ് എക്സ് ഈക്വൽ ടു 3/2 എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. ഇപ്പോൾ സെക്കൻഡ് ഇത് എടുക്കുകയാണെങ്കിൽ ഇത് ഓക്കെയാണ്. ഇനി അടുത്തത്, ഈ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആകണമെങ്കിൽ അനലിറ്റിക് ആകുമ്പോൾ അല്ലെങ്കിൽ കോഷി റീമാൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ യുവും വിയും, യു എന്ന് പറയുന്ന ഫംഗ്ഷനും വി എന്ന് പറയുന്ന ഫംഗ്ഷനും അത് ഹാർമോണിക് ഫംഗ്ഷൻ ആയിരിക്കും. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ എഫ് ഇസഡ് ഇസ് ഈക്വൽ ടു യു എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി എക്സ് വൈ. ഇതിൻ്റെ അകത്ത് യു എക്സ് എന്ന് പറഞ്ഞാൽ വി വൈ, യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ്. ഇതാണ് നമ്മുടെ കോഷി റീമൻ കണ്ടീഷൻ. അതിനെ ഈ ഒരു രീതിയിൽ എഴുതാണ്. ഡെൽ യു ബൈ ഡെൽ എക്സ് ഈക്വൽ ടു ഡെൽ വി ബൈ ഡെൽ വൈ ആൻഡ് ഡെൽ യു ബൈ ഡെൽ വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽ വി ബൈ ഡെൽ എക്സ്. അപ്പോൾ ഇതിനെ ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്, എക്സ് കൊണ്ട് ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ വൈ. ഇതിനെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ഡോ സ്ക്വയർ വി ബൈ ഡോ വൈ ഡോ എക്സ്. അപ്പോൾ ഇതിൽ ഈ ഒരു കണ്ടീഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്യാണ്. അതായത് ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ സ്ക്വയർ വി ബൈ ഡോ വൈ ഡോ എക്സ്. അങ്ങനെയാണെങ്കിൽ ഇതും എന്താണ്? ഈക്വൽ ആകും. അപ്പോൾ ഇതിനെ ഞാനിവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ മൈനസ് കൊടുത്തിട്ട് ഇവിടെ എന്താക്കാം? നമുക്ക് പ്ലസ് കൊടുക്കാം അല്ലേ? ഇത് പോസിറ്റീവ് ക്വാണ്ടിറ്റി, ഇത് മൈനസ് ആക്കാം. സോ ഇതും ഈക്വൽ ആണ്. ഇതും ഈക്വൽ ആണെങ്കിൽ ഇത് രണ്ടും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാൻ പറ്റും? ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ. അപ്പോൾ ഇതിനെ ഈ ഒരു LHS പാർട്ടിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ഡെൽ സ്ക്വയർ യു ഇസ് ഈക്വൽ ടു 0. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെന്താണ്? ഒരു ഹാർമോണിക് ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. അതുപോലെ തന്നെ കോഷി റീമൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ യു വി എന്ന് പറയുന്ന ഫംഗ്ഷനും എന്താണ്? ആ ഫംഗ്ഷൻ
ഹാർമോണിക് ഫംഗ്ഷൻ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ യുവിൻ്റെ കാര്യമാണ് പറഞ്ഞത്, യു ഇസ് എ ഹാർമോണിക് ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ വി ആണെങ്കിലും നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. നേരത്തെ ഇവിടെ നമ്മൾ എക്സ് കൊണ്ടാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്തെങ്കിൽ അതിന് പകരം നമുക്ക് ഇവിടെ വൈ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് നമ്മുടെ ഇക്വേഷൻ ഇതാണ്, ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ ആൻഡ് ഡോ യു ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. അപ്പോൾ ഇതിനെ വൈ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ സ്ക്വയർ വി ബൈ ഡോ വൈ സ്ക്വയർ ആൻഡ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ് സ്ക്വയർ. അപ്പോൾ ഈ കേസിലും എന്താണ്, ദിസ് ആൻഡ് ദിസ് ഇത് രണ്ടും ഈക്വൽ ആണ്. ഇത് രണ്ടും ഈക്വൽ ആകുമ്പം ഇത് രണ്ടും എന്താണ്, ഈക്വൽ ആകും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ വി ബൈ ഡോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഡെൽ സ്ക്വയർ വി is equal to 0. That means v is also a harmonic function. So u and v are harmonic functions. അപ്പോൾ ഇൻ ജനറൽ നമ്മൾ പറയുകയാണെങ്കിൽ ഡെൽ സ്ക്വയർ ഫൈ ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം, വേർ ഫൈ ഈസ് യു ഓർ വി. ഇനി ഒരു യു എന്ന് പറയുന്ന ഫംഗ്ഷൻ മാത്രം തന്നിട്ടുണ്ട്, എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. യു എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, യു എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x വൈ സ്ക്വയർ മൈനസ് 5y. അപ്പോൾ അനലിറ്റിക് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അതായത് എഫ് എന്ന് പറഞ്ഞ ഇസഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം, വി കണ്ടുപിടിക്കണം. കാരണം യു മാത്രമേ തന്നിട്ടുള്ളൂ, വിയും കൂടെ കണ്ടുപിടിച്ചാലേ നമുക്ക് എന്താണ് ആ ഫംഗ്ഷൻ ഏതാണെന്ന് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലമാണിത്. സോ യു എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ യു തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് യു എക്സ് കണ്ടുപിടിക്കാം അല്ലേ. യു തന്നിട്ടുണ്ട്, യു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡോ യു ബൈ ഡോ എക്സ് ആണ്. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എന്താണ്, 3x സ്ക്വയർ മൈനസ് 3y സ്ക്വയർ. ഇതിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്തതാണ് എക്സ് കൊണ്ട്, ഡോ യു ബൈ ഡോ എക്സ് ചെയ്താണ്. സോ 3x സ്ക്വയർ മൈനസ് 3y സ്ക്വയർ, ഇത് 5y അല്ലേ, അപ്പം അത് 0 ആവും. ഇനി നമ്മുടെ കോഷി റീമൻ കണ്ടീഷൻ അനുസരിച്ച് യു എക്സ് ഈക്വൽ ടു വി വൈ ആണ് അല്ലേ. സോ ദിസ് ഈക്വൽ ടു വി വൈ ആണെങ്കിൽ വി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ഇതിനെ നമ്മൾ, ഇതാണ് യു തന്നിരിക്കുന്നത്, യുവിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ നമുക്ക് യു എക്സ് കിട്ടി, കാരണം ഡോ യു ബൈ ഡോ എക്സ് ആണ് അല്ലേ. അപ്പോൾ കോഷി റീമാൻ കണ്ടീഷൻ അനുസരിച്ച് യു എക്സ് ഈക്വൽ ടു എന്ന് പറയുന്നത് വി വൈ ആണ്. അപ്പോൾ വി വൈ തന്നിട്ടുണ്ടെങ്കിൽ വി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ഇതിനെ എന്ത് ചെയ്യണം, ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് വി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മളിവിടെ എക്സിനെ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കോൺസ്റ്റൻ്റ് ഫംഗ്ഷനെ കൂടി നമ്മളിവിടെ കൊടുക്കണം. അതുകൂടാതെ നമ്മൾ കോൺസ്റ്റൻ്റ്, ഒരു ആർബിട്രറി കോൺസ്റ്റൻ്റ് കൂടി കൊടുക്കണം. അപ്പോൾ ഇവിടെ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3x സ്ക്വയർ വൈ മൈനസ് വൈ ക്യൂബ്. വൈ ക്യൂബ് എന്ന് പറയുന്നത് 3y ക്യൂബ് ബൈ 3 ആണ് വരുന്നത്. ഇവിടെ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3y ക്യൂബ് ബൈ 3. അപ്പോൾ 3 and 3 ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ y ക്യൂബ് എന്ന് എഴുതിയിരിക്കുന്നത്, പ്ലസ് ജി ഓഫ് എക്സ് പ്ലസ് സി. ജി ഓഫ് എക്സ് കൊടുക്കുന്നത് ഇത് എക്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്, സോറി എക്സ് ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മൾ കൊടുക്കുന്നത്. then ഒരു ആർബിട്രറി കോൺസ്റ്റൻറ്റ്. അപ്പോൾ യു ഓൾറെഡി തന്നിട്ടുണ്ട്, അതിൻ്റെ അകത്ത് നിന്ന് യു എക്സ് നമ്മൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എഴുതി. യു എക്സ് എന്ന് പറഞ്ഞാൽ വി വൈ ആണ്, കാരണം കോഷി റീമാൻ കണ്ടീഷൻ അനുസരിച്ച് വി വൈ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് വി കിട്ടി. അപ്പോൾ വി കിട്ടിയിട്ടുണ്ട്. ബട്ട് നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ അറിയത്തില്ല, ജി ഓഫ് എക്സ് എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് ജി ഓഫ് എക്സ് കണ്ടുപിടിച്ചാൽ മാത്രമേ വിയുടെ ഒരു ജനറൽ ഫോം ഇവിടെ എഴുതാനായിട്ട് പറ്റുള്ളൂ. സോ യു വൈ ഇനി നോക്കാം, എന്തായാലും യു വൈ നോക്കാം. യു വൈ എന്ന് പറയുന്നത്, അപ്പോൾ ഇതിനെ എന്താണ്, വൈ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഡോ യു ബൈ ഡോ വൈ ചെയ്യുക. അപ്പോൾ ചെയ്യുമ്പോൾ എന്ത് വരും, ഇത് 0 ആകും. ബാക്കി ഇതെന്ത് വരും, മൈനസ് 6xy മൈനസ് 5 വരും. അതെന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാണ്, മൈനസ് വി എക്സിന് ഈക്വലാണ്. ഇത് മൈനസ് വി എക്സ് ആണെങ്കിൽ വി എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, 6xy പ്ലസ് 5 വരും. 6xy പ്ലസ് 5. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വി എക്സ് കണ്ടുപിടിച്ചു, ഇതിൻ്റെ അകത്ത് നിന്ന് വി എക്സ് കണ്ടുപിടിച്ചു. പിന്നെ ഓൾറെഡി നമ്മളിവിടെ ഒരു വി കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താണ്, വീണ്ടും അതിൻ്റെ അകത്ത് നിന്ന് വി എക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ വി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ അകത്ത് നോക്കുമ്പോൾ എന്ത് വരും, 6xy പ്ലസ് ജി പ്രൈം എക്സ് വരും. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താണ് ജി പ്രൈം എക്സ് വരും. സോ ഇതും വി എക്സ് ആണ്. പിന്നെ നമ്മൾ ഓൾറെഡി ഇവിടെ തന്നിട്ടുള്ള ഫംഗ്ഷനിൽ നമ്മൾ വി എക്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്, കാരണം യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ് ആയതുകൊണ്ട് അതിൻ്റെ നമ്മൾ വി എക്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം 3ഉം കൂടി നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യുമ്പോൾ 6xy പ്ലസ് 5 ഇസ് ഈക്വൽ ടു 6xy പ്ലസ് ജി പ്രൈം എക്സ് എന്ന് വരും. സോ അതിൻ്റെ അകത്ത് ജി പ്രൈം എക്സ് എന്ത് വരും, 5 വരും അല്ലേ. ജി പ്രൈം എക്സ് 5 ആണെങ്കിൽ ജി ഓഫ് എക്സ് എന്ത് വരും, ജി ഓഫ് എക്സ് ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണല്ലോ ജി പ്രൈം എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ജി പ്രൈം എക്സ് 5 ആണെങ്കിൽ ജി ഓഫ് എക്സ് എന്ത് വരും, 5x വരും അല്ലേ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്പർ 1ൽ ഈ ജി ഓഫ് എക്സിന് പകരം എന്ത് കൊടുത്താൽ മതി, 5x കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ
ആ ഒരു കറക്റ്റ് ഫോമിൽ കിട്ടും. വി ഈസ് ഈക്വൽ ടു 3x² മൈനസ് y ക്യൂബ് പ്ലസ് 5x പ്ലസ് സി. സോ സി ഈസ് എ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് യുവും കിട്ടി, യു ഓൾറെഡി തന്നിട്ടുണ്ട്, വി നമ്മൾ കണ്ടുപിടിച്ചു. സോ ദ ഫംഗ്ഷൻ ഈസ് x³ മൈനസ് 3xy² മൈനസ് 5y പ്ലസ് i ഇൻറ്റു 3x² മൈനസ് y ക്യൂബ് പ്ലസ് 5x പ്ലസ് സി. ഇനി നമുക്ക് ഇവിടം വരെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഈ ഒരു ഫംഗ്ഷൻ, അതായത് യുവും വിയും, യു ആൻഡ് വി ഹാർമോണിക് ആണോ എന്ന് നോക്കാം. കാരണം ഇത് അനലിറ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ ഇത് ഒരു സർട്ടൺ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ദാറ്റ് ഈസ് del square u is equal to 0, del square v is equal to 0. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ അത് രണ്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ദാറ്റ് ഈസ് യു എക്സ് ഈക്വൽ ടു 3x² മൈനസ് 3y². ഇതാണ് യു എന്ന് പറയുന്നത്. ഇതിൻ്റെ യു എക്സ് ഡോ യു ബൈ ഡോ എക്സ് എടുത്താണ് 3x² മൈനസ് 3y². യു എക്സ് എക്സ് അതായത് എന്താണ് ഡോ സ്ക്വയർ എക്സ് ബൈ ഡോ സ്ക്വയർ യു ബൈ യു എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ആണ്. ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 6x കിട്ടി. അപ്പോൾ എങ്ങനെ എഴുതാം? ഇനി അടുത്ത യു വൈ. യുവിനെ നമ്മൾ y കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് 6xy മൈനസ് 5 വരും. അടുത്ത യു വൈ വൈ എന്ന് വരുമ്പോൾ എന്ത് വരും? യു വൈ വൈ ഈസ് മൈനസ് 6x മൈനസ് 6x. സോറി, ഇവിടെ ഓൾറെഡി യു വൈ വൈ കൊടുത്തിട്ടുണ്ട്, ഇതാണ് എഴുതിയത്. യു വൈ എന്ന് പറയുന്നത് മൈനസ് 6xy മൈനസ് 5. ഇത് വി ഇത് വി ആണ്, ഇതല്ല എടുക്കേണ്ടത്. ഇതിനെ നമ്മൾ യു വൈ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. വൈ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? മൈനസ് 6xy മൈനസ് 5. യു വൈ വൈ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ആണ് വരുന്നത്. ദാറ്റ് ഈസ് മൈനസ് 6x. സോ യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഇസ് ഈക്വൽ ടു 0 വരും അല്ലേ? യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഡെൽ സ്ക്വയർ യു ഇസ് ഈക്വൽ ടു 0. ഇറ്റ് ഈസ് എ ഹാർമോണിക് ഫംഗ്ഷൻ. ഇതുപോലെ തന്നെ നമുക്ക് വി എക്സും കണ്ടുപിടിക്കുക. ഇതാണ് വി എന്ന് പറയുന്ന പാർട്ട്. അപ്പോൾ വി എക്സ് എഴുതുക, വി വൈ എഴുതുക. ദെൻ ഇവിടെ വീണ്ടും എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഇവിടെ രണ്ടും ഇവിടെ വൈ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സോ വി എക്സ് എക്സ് പ്ലസ് വി വൈ വൈ എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 0 ആണ് കിട്ടുന്നത്. സോ വി ഈസ് എ ഹാർമോണിക് ഫംഗ്ഷൻ ആൻഡ് ഓൾസോ യു ഈസ് എ ഹാർമോണിക് ഫംഗ്ഷൻ.